രാജസൂയ അന്തത്തിൽ ആരെയാണ് അഗ്രിമപൂജ അഗ്രപൂജ അഗ്രപൂജയ്ക്ക് സമർഹനായി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള പ്രശ്നം രാജസൂയ അന്തത്തിൽ ഉത്ഭവിച്ചു. പലരുടെയും പേരുകൾ പലരുടെയും മനസ്സിൽ വന്നു, എങ്കിലും ആരും അത് പുറത്തു പറഞ്ഞില്ല. ആ രാജസൂയത്തിൻ്റെ തുടക്കത്തിലല്ലേ ഈ അഗ്രപൂജ? അല്ല അല്ല അഗ്രാസനം അവസാനമാണ്. അഗ്രാസനത്തിലിരുത്തി ഒരുത്തനെ പൂജിക്കുക എന്നുള്ളത് അതായത് ബിഗിനിങ്ങിലല്ലേ? അല്ല 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 അവസാനത്തിലാണ്. അതോടുകൂടി സമാപിക്കുക. അങ്ങനെയാണല്ലേ? രാജസൂയം അതോടുകൂടിയാണ് അതിൻ്റെ സമാപനം. അപ്പോഴേക്കും യജ്ഞത്തിൻ്റെ സാങ്കേതികമായ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കും. അപ്പോൾ എൻഡിലാന്നർത്ഥം. അവസാനത്തിലാണ്. അപ്പോൾ യജ്ഞത്തിൻ്റെ സാങ്കേതികമായ പൂജാദികളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഹോമാദികളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഹവനങ്ങളും മറ്റും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇതോടുകൂടിയാണ് യജ്ഞം, രാജസൂയ യജ്ഞം അവസാനിക്കുന്നത് ഈ അഗ്ര്യ പൂജയോടുകൂടിയാണ്. അപ്പോൾ അഗ്രിമനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്? ഏറ്റവും യോഗ്യനായ, എല്ലാ തരത്തിലും യോഗ്യതയുള്ള ഒരു മനുഷ്യന് സങ്കല്പിച്ചിട്ടുള്ള എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണതയുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് വേണം ആ സമയത്ത് പൂജിക്കാൻ. അത് ഈ യജ്ഞകർത്താവ് നിയോഗിക്കണം ആരാണ് അദ്ദേഹത്തെ പൂജിക്കേണ്ടതെന്ന്. ഇവിടെ സഹദേവനെയാണ് അതിനെ നിയോഗിച്ചിരിക്കുന്നത്. ആ ചോദ്യം വന്നപ്പോൾ ആരും മറുപടി പറയാതെ സദസ്സ് നിശബ്ദമായിരുന്ന സമയത്ത് ഭീഷ്മർ എഴുന്നേറ്റ്, അങ്ങനെ പൂജയ്ക്ക് അർഹനായി ഒരാൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ ഈ സദസ്സിലുള്ളൂ. നമ്മുടെ സദസ്സിൽ മാത്രമല്ല, അങ്ങനെ പൂജിക്കാൻ ഒരാളേ ഉള്ളൂ. അത് പുരുഷോത്തമനായ വാസുദേവനായ കൃഷ്ണനാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ്റെ യോഗ്യതകൾ അദ്ദേഹം അവിടെ വിവരിക്കും. വിവരിച്ച് അത് സമാപിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പ്രപഞ്ചം, സർവ പ്രപഞ്ചങ്ങളും നിലനിൽക്കുന്നത് വാസുദേവനിലാണല്ലോ. അപ്പം സർവപ്രപഞ്ചങ്ങളുടെയും നിലനിൽപ്പിനും, പിന്നെ അതിനു മുമ്പേ അതിൻ്റെ സൃഷ്ടിക്കും, പിന്നെ അതിനുശേഷം അതിൻ്റെ സംഹാരത്തിനും കാരണനായ, ജഗത്കാരണനായ നാരായണൻ കൂടിയായ അവതാര പുരുഷൻ. ഭഗവത്ഗീതയിലുണ്ട്, അഹമാത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത അഹമാദിശ്ച മധ്യഞ്ച ഭൂതാനാം അന്തമേവ. അപ്പോൾ അങ്ങനത്തെ കൃഷ്ണൻ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ ആ കൃഷ്ണനെയാണ് നാം ഇവിടെ പൂജിക്കേണ്ടത്. അതല്ലെങ്കിൽ പൂജ്യപൂജാ വ്യതിക്രമം എന്ന അനർത്ഥം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൃഷ്ണനാണ് പൂജ്യനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് നടക്കുന്നുണ്ടെങ്കിലും ഈ സദസ്സിൽ രണ്ട് ചേരികളുണ്ട്. ശിശുപാലൻ രണ്ട് ചേരികളുണ്ട്. ദുര്യോധനനെ ഉള്ളുകൊണ്ട് അനുകൂലിക്കുന്നവർ, ധർമ്മപുത്രരോട് അനുകൂലമായി വർത്തിക്കുന്നവർ. ഇങ്ങനെ രണ്ട് ചേരിയായിട്ടാണ് സംഘം നിൽക്കുന്നത്. പ്രത്യക്ഷമല്ലാന്നേ ഉള്ളൂ. ഈ രാജസൂയ സമയത്തൊന്നും അത് പ്രത്യക്ഷമായിട്ടില്ല. ഇപ്പം ശിശുപാലന് പല കാരണങ്ങൾ കൊണ്ട് കൃഷ്ണനോട് വിരോധമുണ്ടല്ലോ. ഒന്ന് രുക്മിണി സ്വയംവരമാണ്. അപ്പം അതിൽ നേരത്തെ വരനാവുകയും രുക്മിണിയെ മോഹിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ശിശുപാലൻ. രുക്മിണി അതിന് വാക്കും കൊടുത്തിരുന്നു. അങ്ങനെ വാക്കുകൊടുത്ത് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് രുക്മിണി കൃഷ്ണൻ്റെ കൂടെ തേരിൽ കയറി പോകുന്നത്. അപ്പോൾ അത് മുഖാന്തരമാണ് പ്രധാന വൈരം. പിന്നെ അതുകൂടാതെ ദ്വാരകയ്ക്ക് തീ വച്ചിട്ടുണ്ട് അദ്ദേഹം. കൃഷ്ണൻ പ്രാഗ്ജ്യോതിഷത്തിൽ പോയിരുന്ന തക്കം നോക്കി ദ്വാരകയ്ക്ക് തീ വച്ചയാളാണ്. ബഭ്രുവിൻ്റെ പത്നിയെ, സഹധർമ്മിണിയെ അവരുടെ സമ്മതമില്ലാതെ പിടിച്ചുകൊണ്ടുപോകുന്നയാളാണ്. ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോകുന്നയാളാണ്. ഇങ്ങനെ അനേകം അനീതികൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൃഷ്ണൻ സഹിച്ചതിനൊരു കാരണമുണ്ട്. പണ്ട് അദ്ദേഹം 100 തെറ്റ് പൊറുക്കുന്ന ശിശുപാലൻ ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് 3 കണ്ണും 4 കൈകളുമായിരുന്നു. അപ്പം ഈ അത്ഭുത ശിശുവിനെ കാണാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും രാജാക്കന്മാരും അതുപോലെ അന്നത്തെ പ്രമാണിമാരും ഒക്കെ ഇവരുടെ ഭവനം സന്ദർശിച്ചിരുന്നു. ശിശുപാലൻ്റെ അമ്മ ഈ കൃഷ്ണൻ്റെ ബന്ധുവാണ്. ശിശുപാലൻ്റെ അമ്മ ശ്രുതശ്രവ. ദമഘോഷൻ എന്ന ചെറിയ രാജാവാണ്, നാടുവാഴിയാണ് ഇവരെ വിവാഹം കഴിച്ചിരുന്നത് ശ്രുതശ്രവയെ. ശ്രുതശ്രവ കുന്തിയുടെ അനിയത്തിയാണ്.
ആ നിലയിൽ വസുദേവരുടെ പെങ്ങളാണ്. അപ്പോൾ അച്ഛൻ്റെ പെങ്ങളാണ്, അതെ, അച്ഛമ്മങ്ങളുടെ മകനാണർത്ഥം. മകനാണ് ഈ ശിശുപാലൻ. ശിശുപാലൻ്റെ പേര് സുനീതൻ എന്നാണ്. ആയിരുന്നു. സുനീതൻ എന്നാണ് പേര്. ഇദ്ദേഹത്തിന് തരം കിട്ടിയാൽ കുഞ്ഞുങ്ങളെ പിടിച്ച് വെള്ളത്തെ മുക്കി കൊന്നുകളയും. അങ്ങനെ വിപരീത അർത്ഥത്തിലാണ് ശിശുപാലൻ. കൊല്ലലുണ്ടോ? രസിക്കുക. കൊല്ലലുണ്ട്. വെള്ളത്തിൽ പിടിച്ച് മുക്കി പിടിച്ച രസം അങ്ങനല്ലേ നേരെ പോക്ക്. അപ്പോൾ അങ്ങനെയാണ് വിപരീതാർത്ഥത്തിൽ വിപരീത ലക്ഷണമായിട്ട് വന്നതാണ് ശിശുപാലൻ എന്നുള്ള പേര്, ശിശുക്കളെ പാലിക്കുന്നവൻ. നമ്മുടെ പല പാലന്മാരും ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഈ സുനീതനെ കാണുന്നതിന് വേണ്ടി, ദമഘോഷപുത്രനായ സുനീതനെ കാണുന്നതിന് വേണ്ടി നാനാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ സഞ്ചരിച്ച് ഇവിടെ എത്തി ഈ അത്ഭുത ശിശുവിനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ജനിച്ച സമയത്ത് മറ്റൊരു അശരീര വാക്യം ഉണ്ടായിരുന്നു. ആര് ഈ ശിശുവിനെ എടുത്ത് മടിയിൽ വെച്ച് താലോലിക്കുമ്പോഴാണ് ഇവൻ്റെ അധികമായ കണ്ണും കൈകളും അടർന്നു പോകുന്നത്, ആ ആളിനാൽ ഇവൻ ബദ്ധനായിരിക്കും എന്ന് അശരീരം ഉണ്ടായിരുന്നു. അപ്പോൾ പലരും ഇങ്ങനെ വരികയും ആര് എടുത്ത് മടിയിൽ വെച്ചിട്ടും ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അമ്മയ്ക്ക് കുട്ടി എത്ര നിജനായെന്നാലും ജീവനോട് ഇരിക്കണമെന്നല്ലേ അമ്മ ആഗ്രഹിക്കും. അങ്ങനെ ഇരിക്കുകയാണ് ബലരാമനും കൃഷ്ണനും കൂടി കാണാൻ വന്നത്. രണ്ട് നിലയിലും അവർ കാണാൻ വരണമല്ലോ. ഇത് അത്ഭുത ശിശു എന്നുള്ള നിലയിലും പിന്നെ ഇളയമ്മയുടെ അപ്പച്ചയുടെ പുത്രൻ എന്നുള്ള നിലയിലും അവർ കാണാൻ വന്നു. അങ്ങനെ കണ്ട് ബലരാമൻ്റെ മടിയിലെടുത്ത് വെച്ച് താലോലിച്ചു. അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ മടിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പോൾ കൃഷ്ണൻ്റെ മടിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയും ഈ അധികമായ കണ്ണും അധികമായ കൈകളും അദ്ദേഹത്തിൻ്റെ മടിയിൽ അടർന്നു വീണുവെന്നാണ്. അപ്പോൾ ശ്രുതസഭ പറഞ്ഞു, സഹോദരൻ്റെ പുത്രനാണല്ലോ, ഇവൻ ചെയ്യുന്ന 100 തെറ്റ് നീ ക്ഷമിക്കണം. അപ്പോൾ അമ്മ വിചാരിച്ചത് ഒരു മനുഷ്യനെ കൊണ്ട് 100 തെറ്റൊക്കെ ചെയ്യാൻ പറ്റുമോ ഉള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊക്കെ വളരെ വേഗം ചെയ്തു.